നവംബർ 10-ാം തീയതി ദില്ലിയിൽ സൂര്യൻ അസ്തമിച്ചത് ദില്ലിയിലെ ബോംബ് സ്ഫോടനത്തിൻ്റെ ശബ്ദവും വെളിച്ചവും കണ്ടാണ്. ഇന്ത്യയിലെ അസ്ഥിരത സൃഷ്ടിക്കാനായി വളരെ ബോധപൂർവമായി ചില വിദേശ ശക്തികളും ആഭ്യന്തര ശക്തികളും നടത്തുന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ദില്ലിയിലെ സ്ഫോടനം. ഈ സ്ഫോടനം നിരന്തരമായി നടന്ന പല സ്ഫോടനങ്ങളുടെ പരമ്പരകളിലെ അവസാനത്തെ സ്ഫോടനമാണിത്. 1980 മുതൽ 2015 വരെ ഇന്ത്യയിൽ നടന്ന സ്ഫോടനങ്ങളിൽ ആകെ കൊല്ലപ്പെട്ടത് 707 പേരാണ്. 3200 പേർക്കാണ് ഇന്ത്യയിൽ പരിക്കേറ്റത്. ഒരുപക്ഷെ ഇത് 2016 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട കണക്കാണ് ഞാനീ പറഞ്ഞത്. ഒരുപക്ഷെ അതിനേക്കാൾ എത്രയൊക്കെയോ ഇരട്ടിയായിരിക്കും മരിച്ചവരും പരിക്കേറ്റവരും. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. നമ്മളിങ്ങനെ തെക്കേ അറ്റത്ത് താമസിക്കുന്ന കേരളീയരെ സുരക്ഷിതരാണ് എന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്. അതിപ്പോൾ തന്നെ നീക്കുന്നതായിരിക്കും നല്ലത്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഒരു സംസ്ഥാനത്തെയും ജനങ്ങൾ ഭീകര ആക്രമണങ്ങളിൽ നിന്നും സുരക്ഷിതരല്ല എന്നുള്ളതാണ് വാസ്തവം. അതിന് പല കാരണങ്ങളുണ്ട്. എന്തുകൊണ്ട് ഇന്ത്യയെ പല രാജ്യങ്ങളും ഫോക്കസ് ചെയ്യുന്നു? അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ കാരണം ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്കൽ ലൊക്കേഷനാണ്. 3 വശത്തും സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, ബേ ഓഫ് ബംഗാൾ, അറേബ്യൻ സീ. മറ്റൊരു ഭാഗത്ത് ഹിമാലയൻ മലനിരകൾ. അങ്ങനെ ഇന്ത്യ വളരെ പ്രത്യേകമായൊരു ജിയോ പൊളിറ്റിക്കൽ ലൊക്കേഷനിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. ലോക രാഷ്ട്രീയം നിയന്ത്രിക്കാൻ വലിയ പങ്കുള്ള, വളരെയധികം നിർണായകമായ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന വളരെ തന്ത്രപ്രധാനമായ ലൊക്കേഷനിലാണ് ഇന്ത്യ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പല വിദേശ ശക്തികളും നമ്മുടെ രാജ്യത്തെ ലക്ഷ്യമിടുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അവർക്കൊക്കെ ഇവിടെ വന്ന് ഇത്തരം സ്ഫോടനങ്ങൾ നടത്താൻ വഴിയൊരുക്കുന്ന കാരണങ്ങൾ എന്താണ്, സാഹചര്യം എന്താണ് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ 2-3 സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, ഭാഷയുടെ പേരിലുള്ള തർക്കങ്ങൾ. 3, വംശത്തിൻ്റെ പേരിൽ നടക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ. മറ്റൊന്ന് മതത്തിൻ്റെ പേരിൽ. 4-മതൊന്ന് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ. ഭാഷയുടെ പേരിൽ വിഘടനവാദനമാണ് ഒരു ഭാഗത്ത് നമ്മുടെ തമിഴ്നാട്ടിൽ നടക്കുന്നത് എങ്കിൽ, വംശത്തിൻ്റെ പേരിൽ ഉള്ള വിഘടനവാദമാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ നമ്മുടെ നാഗാലാൻഡ്, അതുപോലെ തന്നെ മണിപ്പൂർ, മേഘാലയ ഇത്തരം സംസ്ഥാനങ്ങളിൽ നടക്കുന്നത്. മതത്തിൻ്റെ പേരിൽ ഉള്ള ചില തർക്കമാണ് പഞ്ചാബും ജമ്മു കാശ്മീരിലും അടക്കം പല സംസ്ഥാനങ്ങളിൽ നടക്കുന്നത്, ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. രാഷ്ട്രീയമായ അഭിപ്രായ ഭിന്നതകൾ. രാജ്യത്തെ സ്നേഹിക്കുന്നവർ വളരെ കുറവാണ്. മറിച്ച് രാഷ്ട്രീയ നേതാക്കന്മാരിൽ അവർക്ക് അവരുടെ രാഷ്ട്രീയത്തിനോടാണ് കമ്മിറ്റ്മെൻറ്റ്. അവർക്ക് അവരുടെ കസേരകളാണ് വലുത്. എങ്ങനെയെങ്കിലും ജയിച്ചു വരിക, അധികാരത്തിലെത്തുക, പണമുണ്ടാക്കുക, പണം ഉപയോഗിച്ച് വീണ്ടും അധികാരത്തിലെത്തുക. രാജ്യത്തോട് സ്നേഹമോ കൂറോ ഇല്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നത് നമ്മുടെ ജനാധിപത്യത്തിന് ഒരു ശാപമാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, 3-മത്തെ പ്രധാനപ്പെട്ട കാരണം, മതമൗലികവാദികളോടുള്ള വളരെ മൃദുവായ സമീപനമാണ്. ഏത് മതമൗലികവാദിക്കും ചുവന്ന പരവതാനി കൊടുത്ത് സ്വീകരിക്കുന്ന നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുടെ സമീപനം വളരെയധികം ഗൗരവതരമായ ഒരു കാര്യമാണ്. ഈ മതമൗലികവാദികളുടെ മൃദു സമീപനത്തിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് മുംബൈയിലെ താജ് ആക്രമണ കേസിലെ പ്രതിയായ അജ്മൽ കസമിനെ നിരന്തരമായി വിചാരണ ചെയ്തു. കോടതിക്ക് ബോധ്യപ്പെട്ടു. അജ്മൽ കസമിനെ പുറത്തു കൊണ്ടുവരാൻ, അയാൾക്ക് ജാമ്യം കൊടുത്ത് പുറത്തു കൊണ്ടുവരാൻ, അയാളെ വെറുതെ വിടാൻ നടത്തിയ ശ്രമങ്ങൾ മുഴുവൻ ഇന്ത്യയിലാണ്. അവസാനം അജ്മൽ കസബിനെ തൂക്കിക്കൊന്നപ്പോൾ അജ്മൽ കസബിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആളുകളുണ്ടായതും ഇന്ത്യയിലാണ്. ഈ മതമൗലികവാദത്തെ നമ്മൾ ഏതു ഭാഷയിലാണ് അപലപിക്കേണ്ടത്? ഇതിന് ഏത് ഭാഷയിലാണ് തുറന്നു കാട്ടേണ്ടത്? ആലോചിക്കണം. മറ്റേ 4-മത്തെ കാര്യം ദുർബലമായ നീതിന്യായ സംവിധാനമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ഒരു തെറ്റ് ചെയ്താൽ അവനെ കർശനമായി ശിക്ഷിക്കാനുള്ള നിയമങ്ങളോടുണ്ട്. അത് നടപ്പിലാക്കാൻ കഴിയുന്ന ധീരമായ ജഡ്ജ്മെൻറ്റ് പുറപ്പെടുവിക്കുന്ന ജഡ്ജിമാരോടുണ്ട്. ശക്തമായ നീതിന്യായ സംവിധാനമുള്ളത് കൊണ്ടാണ് ഒരു പരിധിവരെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അറേബ്യൻ രാജ്യങ്ങളിൽ ഉറപ്പ് കൊടുക്കാൻ പറ്റുന്നത്. ഇത് 4-5 കൊലപാതകം നടത്തിച്ച് വരുന്നവൻ ജാമ്യത്തിലിറങ്ങുന്നു, അടുത്ത ആളിനെ കൊല്ലുന്നു. ഇതൊന്നും റെയറസ്റ്റ് ഓഫ് റെയർ കേസ് അല്ലത്രേ. ലോകത്തെവിടെയും കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. കൊലപാതക പരമ്പരകൾ നടത്തുന്നവനെ വെറുതെ വിടാൻ കണ്ടെത്തിയിരിക്കുന്ന മഹത്തായ ഒരു കാര്യമാണ് റെയറസ്റ്റ് ഓഫ് റെയർ കേസ്. എന്ത് കഷ്ടമാണ്!
ചെന്താമരയും വെറുതെ വിട്ടിരിക്കുക. റെയറസ്റ്റ് ഓഫ് റെയർ കേസല്ല. ചെന്താമര ഭീഷണിപ്പെടുത്തിയിരിക്കുന്ന ആളുകൾക്കെല്ലാം പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി. എന്തൊരു വിധിന്യായമാണിത്! എന്താ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത്? വളരെ ദുർബലമായ ഇന്ത്യയിലെ നീതിന്യായ സംവിധാനം നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്തെ ദുർബലപ്പെടുത്തുന്നതാണ്. ഇവിടെ മതമൗലികവാദം വളരാൻ, അരക്ഷിതാവസ്ഥ വളരാൻ, കൊലപാതകം വളരാൻ, പിടിച്ചുപറി വളരാൻ, സ്ത്രീപീഡനങ്ങൾ വർദ്ധിക്കാൻ ഒക്കെ അടിസ്ഥാനപരമായ കാരണം നമ്മുടെ ദുർബലമായ നീതിന്യായ സംവിധാനമാണ്. ഈ കാലഹരണപ്പെട്ട ഈ സംവിധാനം മാറാത്തടത്തോളം കാലം നമ്മുടെ രാജ്യം സുരക്ഷിതമല്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇവിടെ ഇന്ത്യയെ തകർക്കാൻ നടത്തിയ ശ്രമങ്ങൾ ഈ ഇന്നലെ ഡൽഹിയിലുണ്ടായ സ്ഫോടനത്തിന് മാത്രമല്ല, അതൊക്കെ ഈ പരമ്പരയിലെ അവസാനത്തേതാണ്. ഇന്ത്യയെ തകർക്കാൻ നടക്കുന്ന ശ്രമങ്ങളുടെ ചരിത്രം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. 1960കളിലാണ് കാശ്മീരിലെ വിഘടനവാദം വരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ 1 നമ്പർ ഉത്തരവാദി ജവഹർലാൽ നെഹ്റു എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. കാശ്മീരിന് പ്രത്യേക പതാക, പ്രത്യേക പ്രധാനമന്ത്രി, പ്രത്യേക ഭരണഘടന, പ്രത്യേക പോലീസ്. ഇതെന്താ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായിട്ട് നിൽക്കേണ്ട കാര്യം? ഒരു സംസ്ഥാനം മാത്രമാണ് ജമ്മു കാശ്മീർ. നെഹ്റു എന്ന് പറയുന്ന സ്വാർത്ഥനായ മൗലികവാദിയായ ഒരു പ്രധാനമന്ത്രിയുടെ വിഡ്ഢിത്തത്തിൻ്റെ ഫലമാണ് എത്രയോ കാലമായി നമ്മൾ അനുഭവിച്ചു വന്നിരുന്ന കാശ്മീർ പ്രശ്നവും അതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനുമായിട്ട് നമ്മൾ നടത്തിയ യുദ്ധം പലത് നടത്തിയിട്ടുണ്ട്. 65-ൽ യുദ്ധം നടന്നു, 71-ൽ യുദ്ധം നടന്നു. ഈ യുദ്ധത്തിലൊക്കെ അവസാനം പിടിച്ചെടുത്ത സ്ഥലങ്ങൾ പാകിസ്ഥാൻ വിട്ടുകൊടുത്തുകൊണ്ട് ഒത്തുതീർപ്പ് എത്തിയതിൻ്റെയും പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പല പ്രധാനമന്ത്രിമാരുടെയും സ്വാർത്ഥ താല്പര്യങ്ങളും മത താല്പര്യങ്ങളും ഒക്കെ അടക്കമുണ്ട്. പക്ഷേ അത് വിശദീകരിക്കാനുള്ള സന്ദർഭം അല്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. 1960-ലെ കാശ്മീരിലെ വിഘടനവാദമാണ് ഇന്ത്യയെ തകർക്കാനുള്ള ആദ്യത്തെ ശ്രമം നടക്കുന്നത്. അമേരിക്കയ്ക്കും മറ്റു ചില വിദേശ രാജ്യങ്ങൾക്കും ഇന്ത്യയിൽ ഇടപെടാൻ, ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നത്തിൽ ഇടപെടാൻ അവസരം കൊടുത്തത് ജവഹർലാൽ നെഹ്റു എന്ന പ്രധാനമന്ത്രിയാണ്. കോൺഗ്രസ്സുകാർ എത്ര പുകഴ്ത്തിപ്പാടിയാലും ശരി, ചരിത്രം വായിക്കാനോ പഠിപ്പിക്കാനോ കഴിഞ്ഞിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ഞാൻ നിസ്സംശയം പറയും, നെഹ്റു ഇന്ത്യക്കൊരു ബാധ്യത തന്നെയായിരുന്നു. ഇന്ത്യയുടെ തകർച്ചയ്ക്ക്, ഇന്ത്യയുടെ പല ഭാഗത്തുണ്ടായ അസ്വസ്ഥതകൾക്കും തുടക്കം കുറിച്ചത് ജവഹർലാൽ നെഹ്റു തന്നെയാണ്. കാശ്മീരിലെ വിഘടനവാദത്തിന് തുടക്കം കുറിച്ചതും നെഹ്റുവാണ് എന്ന് നിസ്സംശയം പറയാം, നമ്മുടെ ഇന്ത്യ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ. 60 കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നത് 1967-ലെ നക്സലൈറ്റ് മൂവ്മെൻറ്റാണ്. ഈ നക്സലൈറ്റ് മൂവ്മെൻറ്റിന് പിന്നിൽ ചൈനയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, റഷ്യയുടെ കൂറുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ചൈനയുടെ കൂറുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നിർഭാഗ്യവശാൽ ഇന്ത്യയുടെ കൂറുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. CPIക്ക് റഷ്യയോടാണ് കൂറ്, CPMന് ചൈനയോടാണ് കൂറ്. ഇവർക്കാർക്കും ഇന്ത്യയുടെ കൂറില്ല. ഇന്ത്യയുടെ കൂറില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആർക്കായി രാജ്യത്ത് വേണ്ടത്? അതുകൊണ്ട് തന്നെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങും എത്താതെ ഇന്ന് അസ്തമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കാലഹരണപ്പെട്ടു കഴിഞ്ഞു. മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അവസാനത്തെ ഒരു സ്പെസിമെൻ മാത്രമാണ് കേരളത്തിൽ കാണുന്ന CPM. ഇന്ത്യയെ സ്നേഹിക്കാൻ കഴിയാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ആർക്കാണ് വേണ്ടത്? അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെ ചില വിഘടനവാദവും പ്രശ്നവും ഉണ്ടാക്കിയപ്പോൾ 64-ലെ ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ ചൈന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിന്നു. 65 കഴിഞ്ഞപ്പോൾ ചൈന അവരെ കൊണ്ട് കാര്യം നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ നക്സലൈറ്റ് മൂവ്മെൻറ്റിന് പിന്തുണ കൊടുത്തു. അങ്ങനെയാണ് കേരളത്തിലൊക്കെ ചില അക്രമം നടന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ വസന്തത്തിൻ്റെ ഇടിമുഴക്കം കേൾക്കുന്നു എന്നൊക്കെ ചൈനക്കാരൻ പറഞ്ഞ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നക്സലൈറ്റ് മൂവ്മെൻറ്റാണ് 1967 നടന്ന നക്സലൈറ്റ് മൂവ്മെൻറ്റാണ് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രമം. 980 കഴിഞ്ഞപ്പോഴത്തേക്ക് ഖാലിസ്ഥാൻ വാദം വന്നു. ഖാലിസ്ഥാൻ വാദത്തിൻ്റെ പിന്നിൽ CAA ഉണ്ടായിരുന്നു, പാകിസ്ഥാൻ ഉണ്ടായിരുന്നു. ഒരു പരിധിവരെ ചൈനയുടെ മൗനമായ പിന്തുണയും ഖാലിസ്ഥാൻ മൂവ്മെൻറ്റിൻ്റെ പിന്നിലുണ്ടായിരുന്നു. പഞ്ചാബ് കേന്ദ്രീകരിച്ചൊരു പ്രത്യേക രാഷ്ട്രം സൃഷ്ടിക്കുവാനുള്ള ഒരു ശ്രമമാണ് ഖാലിസ്ഥാൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നടന്നത്. പെറ്റി പൊളിറ്റിക്സിൻ്റെ പേരിൽ ഇന്ദിരാഗാന്ധി ഭിന്ദ്രൻവാലയെ സപ്പോർട്ട് ചെയ്തു, ഭിന്ദ്രൻവാലയെ വളർത്തിയെടുത്തു. ഭസ്മാസുരന് വരം കൊടുത്തതുപോലെ അവസാനം ഇന്ദിരാഗാന്ധിക്ക് തന്നെ ഭിന്ദ്രൻവാലയെ നിഗ്രഹിക്കേണ്ടതായി വന്നു. അതിൻ്റെ വിലയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി കൊടുത്തതും സ്വന്തം ജീവൻ ത്യജിക്കേണ്ടി വന്നത്. അപ്പോൾ 1980-കളിലെ ഖാലിസ്ഥാൻ വാദമാണ് മറ്റൊന്ന്. ഇനി 1990-കളിലേക്ക് വന്നപ്പോൾ ചരിത്രം രേഖപ്പെടുത്താത്തൊരു വസ്തുതയുണ്ട്. കാശ്മീരിലെ പണ്ഡിറ്റുകൾ, വളരെ സമാധാന പ്രേമികളായ കാശ്മീരി പണ്ഡിറ്റുകളെ മതത്തിൻ്റെ പേരിൽ മാത്രം നിർദ്ദയം കാശ്മീരിൽ നിന്ന് പുറത്താക്കുമായിരുന്നു. ആയിരക്കണക്കിന് കാശ്മീരി പണ്ഡിറ്റുകൾ കൊല്ലപ്പെട്ടു. പതിനായിരക്കണക്കിന് സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു. ജീവന് വേണ്ടി സ്വത്തും എല്ലാം ഉപേക്ഷിച്ചിട്ട് കാശ്മീരി പണ്ഡിറ്റുകൾ ദില്ലിയിലെ തെരുവുകളിൽ അലയേണ്ടി വന്നു. അവിടെയാണ് ഇന്ത്യയിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ശക്തി നമ്മൾ കണ്ടത്. കാശ്മീരി പണ്ഡിറ്റുകൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലായിരുന്നു.
ദുർബലമായിട്ടെങ്കിലും അന്ന് സംസാരിക്കാൻ കഴിഞ്ഞത് BJP മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അന്ന് BJP ഒരു ഫോഴ്സ് ആയിരുന്നില്ല. അപ്പോൾ കാശ്മീരി പണ്ഡിറ്റുകൾക്കെതിരായിരുന്നു. ഭരിക്കുന്ന കോൺഗ്രസിനും എതിരാണ്, പ്രതിപക്ഷത്തിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും എതിരാണ്, പ്രാദേശിക പാർട്ടികളെതിരാണ്. കാരണം അവർക്ക് വോട്ട് ബാങ്ക് ഇല്ല. ഇവിടെയാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം തുടങ്ങുന്നതും ഭീകര സംഘടനകൾക്ക് തുടക്കം കുറിക്കുന്നതും. കാശ്മീരി പണ്ഡിറ്റുകളെ സംരക്ഷിക്കാൻ തയ്യാറാകാതെ വന്ന ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം 1993 ഭീകര സംഘടനകൾക്ക് രൂപം നൽകി. ഇന്ന് ഇന്ത്യയിൽ എത്ര ഭീകര സംഘടനകളുണ്ട് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം. ലഷ്കർ-ഇ-തയ്യിബ, അത് ഇന്ത്യയിൽ വലിയ സ്വാധീനമുള്ള ഒരു ഭീകര സംഘടനയാണ്. ജെയ്ഷെ-മുഹമ്മദ്, ഇന്ത്യയിൽ നടന്ന പല സ്ഫോടനങ്ങൾക്ക് പിന്നിലും ഈ ലഷ്കർ-ഇ-തയ്യിബയും അതുപോലെ തന്നെ ജെയ്ഷെ-മുഹമ്മദും ഉണ്ട്. വേറൊരു സംഘടനയാണ് ഇന്ത്യൻ മുജാഹിദ്സ്, അവരും ഇന്ത്യൻ സ്ഫോടനങ്ങൾക്കുള്ള പിന്നിലൊക്കെ ഉണ്ട്. ഡെക്കാൻ മുജാഹിദ്സ്, അതും മറ്റൊരു ഭീകര സംഘടനയാണ്. കേരളീയർക്ക് സുപരിചിതമായ മറ്റൊരു ഭീകര സംഘടനയാണ് സിമി, സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിൽ കൂടെ തന്നെ ആയിരിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ആളുകളാണ് സിമിയുടെ ആളുകൾ. സിമിയുടെ നേതാവ് പിന്നീട് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് വന്നതും നമ്മൾ കണ്ടതാണ്. അവസാനം വന്നതാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അവർ വളരെ പരസ്യമായിട്ട് തന്നെ പറഞ്ഞു, അരിയും മലരും കുന്തിരിക്കുമൊക്കെ കരുതി വെച്ചു, നിൻ്റെയൊക്കെ കാലന്മാർ ഞങ്ങൾ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞത്. അതൊന്നും രഹസ്യമായിട്ട് പറഞ്ഞതല്ല. ഇത്തരം ഭീകര സംഘടനകൾ വളരാൻ അടിസ്ഥാനപരമായ കാരണം ന്യൂനപക്ഷ പ്രീണനവും വോട്ട് ബാങ്ക് രാഷ്ട്രീയവുമാണ്. അതിൻ്റെ വിലയാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടുന്ന കോൺഗ്രസ് നാളെ കൊടുക്കേണ്ടി വരുന്നു. അതിൻ്റെ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പല കേരളീയരും ധരിച്ചു വച്ചിരിക്കുന്നത് നമ്മൾ സുരക്ഷിതരാണെന്ന്. തെറ്റാണ്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാടിനെ ഒന്ന് പരിശോധിച്ച് നോക്കണം. 1984 നടന്ന സ്ഫോടനം, മീനാമ്പക്കം സ്ഫോടനം 84 തമിഴ്നാട്ടിൽ നടന്നു. 30 പേര് കൊല്ലപ്പെട്ടു. 1993 കോയമ്പത്തൂർ സ്ഫോടനം നടന്നു. 58 പേര് കൊല്ലപ്പെട്ടു. കോയമ്പത്തൂർ സ്ഫോടനത്തിലെ പ്രതിയായിരുന്നു, അല്ലെങ്കിൽ പ്രതിയായി ചേർക്കപ്പെട്ട ആളായിരുന്നു അബ്ദുൽ നാസർ മദനി. അദ്ദേഹം PDPയുടെ നേതാവായിരുന്നു. അദ്ദേഹം ജയിലിലായി. വളരെ നാളുകൾ ജയിലിൽ കിടന്നതിന് ശേഷമാണ് അദ്ദേഹം മോചിതനായത്. 1993 കോയമ്പത്തൂർ സ്ഫോടനം നടന്നു. തൊട്ടുപുറകെ തമിഴ്നാട്ടിലെ RSS കാര്യാലയം ആക്രമിച്ചു. അവിടെയും സ്ഫോടനം നടന്നു. അവിടെ 3-4 പേരാണ് ആ സ്ഫോടനത്തിൽ മരിച്ചത്. പക്ഷെ കേരളത്തിൽ ഒരു ഭീകര സംഘടന സ്ഫോടനം നടത്തുന്നത് 2023 കൊച്ചിയിൽ യഹോവ സാക്ഷികളുടെ കൺവെൻഷൻ സെൻറ്ററിൽ നടന്ന ഒരു സ്ഫോടനമാണ്. അതിൽ 3 പേരാണ് മരിച്ചത്. ഒരു കാര്യം ഓർമ്മിക്കുക, നമ്മൾ സുരക്ഷിതരല്ല. നമ്മുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്ന ചില പുതിയ നിയമങ്ങളുണ്ട്. പോട്ട അതിലൊന്നാണ്, UAPA അതിലൊന്നാണ്, NIA ആക്ട് അതിൽ മറ്റൊന്നാണ്. പക്ഷേ ഈ പോട്ടയെയും UAPAയും NIA ആക്ടിനെയൊക്കെ എതിർക്കുന്നതാരാണ്? ഇവിടുത്തെ ചില രാഷ്ട്രീയ സംഘടനകളാണ്, രാഷ്ട്രീയ പാർട്ടികളാണ്, അതിൻ്റെ നേതാക്കന്മാരാണ്. ഈ രാഷ്ട്രീയ പാർട്ടികളും ഇതിൻ്റെ നേതാക്കന്മാരുമൊക്കെ പല വിദേശ ശക്തികളുടെയും പേറോളിലുള്ള ആളുകളാണ്. അവരിൽ നിന്ന് പണം പറ്റുന്നവരാണ്. അവർ ഈ രാജ്യത്ത് അസ്വസ്ഥത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു, അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. വളരെ ഗൗരവത്തോടെ നമ്മൾ ഈ കാര്യത്തെ കാണേണ്ടതാണ്. അത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ആയാലും ശരി, ചൈനീസ് ഡീപ് സ്റ്റേറ്റ് ആയാലും ശരി, അതല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ISI പോലുള്ള രഹസ്യാന്വേഷണ ഏജൻസികളായാലും ശരി, അതല്ലെങ്കിൽ അമേരിക്കയുടെ CIA പോലുള്ള ഏജൻസികളായാലും ശരി, അവർക്കൊക്കെ ഇവിടെ ചാരന്മാരെയോ വ്യക്താക്കളെയോ പ്രവർത്തകരെയോ കിട്ടിയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ, മാധ്യമങ്ങളെ അവർ വിലക്കെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്നത് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. പൊതുജനങ്ങളെ ഉണർത്തണമെങ്കിൽ, പൊതുജനങ്ങളെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തണമെങ്കിൽ തീർച്ചയായിട്ടും സാമൂഹ്യ മാധ്യമങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ. ഡൽഹി സ്ഫോടനം അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.